നമസ്തേ. ഞാൻ ഹരഗോവിന്ദൻ നമ്പൂതിരി, പുതുമനയില്ലം, കാഞ്ഞങ്ങാട്. ഇന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ജ്യോതിഷത്തിലൂടെ പറയുന്നത്. ചെറുപ്പക്കാരുടെ വിവാഹത്തിന്, ആൺകുട്ടികൾക്ക് വിവാഹം നടക്കാൻ വളരെയധികം പ്രയാസമാണ്. പെൺകുട്ടികൾക്ക് ഒരുപാട് വിവാഹ സാധ്യതകൾ വരും. അപ്പം അതിനകത്ത് സാമൂഹികപരമായിട്ട്, ഭൗതികപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസവും സാഹചര്യം കൊണ്ടാണ് വിവാഹത്തിന് അവർ മുതിരാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ ജ്യോതിഷത്തിലൂടെ കൂടി നമുക്കതൊന്ന് ശ്രദ്ധിച്ചു നോക്കാൻ പറ്റും. അപ്പോൾ ജ്യോതിഷത്തിലൂടെ ഒരാളുടെ വിവാഹത്തിൻ്റെ സാധ്യതകൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു പുരുഷന്റെ ജാതകത്തിൽ വിവാഹം നടക്കുന്നില്ലെങ്കിൽ, നമ്മളിപ്പോൾ സ്ത്രീകൾക്ക് വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും ശിവക്ഷേത്ര ദർശനം, ശിവനെ പ്രീതിപ്പെടുത്തുക, സ്വയംവരാർച്ചന നടത്തുക, ഇതൊക്കെയാണ് ചെയ്യുക. ഇനി പുരുഷന്റെ കാര്യം ചിന്തിക്കുമ്പോൾ വിഷ്ണു പ്രീതിയാണ് വേണ്ടത്. പണ്ട് കാലങ്ങളിൽ ഈ നമ്പൂതിരിമാരുടെ ഗൃഹങ്ങളിലെല്ലാം വിഷ്ണുവിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൂജ ചെയ്തിരുന്നു. അന്ന് അവിടെ യുവാക്കളുടെ വിവാഹവും ജീവിത സൗകര്യങ്ങളും സന്താന സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് പല വിശ്വാസങ്ങളുടെ പിറകെ പോയപ്പോൾ ആ വൈഷ്ണവത്തിനെ മറന്നു പോവുകയും അത് വിവാഹങ്ങൾക്ക് തടസ്സം വരികയും സന്താന ദുഃഖങ്ങൾ വരികയും ആ കുടുംബം നശിച്ചു പോകാൻ ഇടവരുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുരുഷന്മാരുടെ വിവാഹം നടക്കാതെ വരുന്ന വിഷയങ്ങളിൽ ജാതകം എടുത്ത് വിശദമായിട്ട് പരിശോധിച്ചാൽ ആ ജാതകത്തിൽ വ്യാഴത്തിന് ചിലപ്പോൾ പ്രീതി കുറവായിരിക്കാം. അങ്ങനെ വ്യാഴത്തിന് ഗുളിക ഭവനാധിപത്യം ഉള്ളതായിട്ട് കാണാം. ഗുളിക ദൃഷ്ടി, പിന്നെ ഗുളികന്റെ യോഗങ്ങൾ, ഇതൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ വീടുകളിൽ പുരുഷന്റെ വിവാഹത്തിന് പല വിധത്തിൽ ആൺകുട്ടികൾ വിവാഹം നടക്കാതെ നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ വ്യാഴത്തിന് ഗുളികന്റെ യോഗം ഉണ്ടെങ്കിൽ ആ ഭവനത്തിൽ സ്ത്രീകൾ ഉടക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അവിടെ സ്ത്രീകൾ വലിയ മനോദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. ശ്രദ്ധയോടുകൂടി നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. സ്ത്രീകളുടെ പ്രയാസം പെട്ടെന്നൊന്നും പുറത്തു വരില്ല. അല്ലെങ്കിൽ ആ വീട്ടിൽ നേരത്തെ ഏതെങ്കിലും സ്ത്രീകളെ മനപ്രയാസപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു മനപ്രയാസം ഉണ്ടായിട്ടുള്ള ഭവനത്തിൽ ഒരിക്കലും പിന്നീട് ഒരു സ്ത്രീ വന്ന് കയറില്ല. അവിടെ വൈഷ്ണവ പ്രീതി വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ വിഷ്ണു പ്രീതി കുറവായിരിക്കും. അപ്പം നമ്മുടെ ജാതകം നോക്കി ആ വ്യാഴത്തിന് വേണ്ടുന്നതായിട്ടുള്ള പരിഹാരങ്ങൾ ഞാൻ മുൻപേ പറഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വ്യാഴത്തിന് ദോഷം വന്നാൽ അതിന് നോക്കി വേണ്ടുന്നതായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം. വ്യാഴം പ്രീതിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുരുഷന്മാരുടെ ജാതകത്തിലെ ദോഷം മാറി വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് യോഗം ഉണ്ടാവും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴത്തിന് പ്രീതിപ്പെടുത്തുമ്പോൾ ക്ഷേത്ര ദർശനവും പൂജകൾ കൊണ്ട് മാത്രം പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. വിഷ്ണു പ്രീതി എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായിട്ട് അംഗീകരിക്കുന്ന ഒരു മനസ്സ് നമ്മൾക്ക് വേണം. ഇതുപോലെ വിവാഹം നടക്കാത്ത അവരുടെ വീടുകളിൽ ചെന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, അവിടെ എല്ലാവരും ഒരു നിർബന്ധ ബുദ്ധിക്കാരായിരിക്കും. വിഷ്ണു എന്ന് പറയുന്നത് നാച്ചുറലായിട്ട്, സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ അംഗീകരിച്ചാൽ മാത്രമേ വിഷ്ണു പ്രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. നിർബന്ധങ്ങളെല്ലാം പിന്നീട് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നാച്ചുറലായിട്ട് ഓരോ കാര്യങ്ങൾ, നമ്മൾ മുമ്പിൽ വരുന്ന ഏതൊരു കാര്യത്തിനെയും അത് നാച്ചുറലായി കണ്ട്, അത് സ്വാഭാവികമായി കണ്ട് അതിനെ അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് വിഷ്ണുപ്രീതി ഉണ്ടാവും, വിവാഹത്തിന് യോഗം ഉണ്ടാവും. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു വരനാണ് കയറി വരുന്നെങ്കിൽ ശിവനാണ് കയറി വരുന്നത്. ശിവന് വേണ്ടുന്നത്, അല്ലെങ്കിൽ ബോധത്തിന് വേണ്ടുന്നത് ബഹുമാനാണ്, റെസ്പെക്റ്റ് ആണ്. പുരുഷന് കൊടുക്കേണ്ടത് റെസ്പെക്റ്റ് ആണ്. അവിടെ ആ ഭവനത്തിൽ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പുരുഷൻ കയറി വരും. ജീവിതത്തിൽ അനുഭവങ്ങളെല്ലാം ഉണ്ടാവും. എന്നാൽ നേരെ മറിച്ച് ആ വീട്ടിലേക്ക് ഒരു സ്ത്രീയാണ് കയറി വരണമെങ്കിലോ അവിടെ വിഷ്ണു പ്രീതിയാണ് വേണ്ടത്. വിഷ്ണുവിന് വേണ്ടുന്നത് കെയറാണ്, ശ്രദ്ധയാണ്. അതായത് നിങ്ങളുടെ ബോധത്തിന് വേണ്ടുന്നത് ബഹുമാനാണ്. അതുപോലെ നിങ്ങളുടെ ബുദ്ധിക്ക് വേണ്ടുന്നത് ശ്രദ്ധയാണ്, കെയറാണ്. അപ്പോൾ സ്ത്രീകളെ നന്നായിട്ട് കെയർ ചെയ്യുന്ന, സ്ത്രീകളുടെ എല്ലാ ആഗ്രഹങ്ങളും കൃത്യമായിട്ട് കെയർ ചെയ്യുന്ന ഒരു ഭവനമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭവനത്തിൽ വിവാഹ യോഗം നടന്നിരിക്കും. ജാതകത്തിലെ എല്ലാ തടസ്സങ്ങളെയും മാറി വിവാഹത്തിന് യോഗം ഉണ്ടാവും എന്നാണ് പറയുന്നത്.
എന്നാൽ നേരെ മറിച്ച് ഒരു കെയറും ഇല്ല, സ്ത്രീകൾക്ക് കെയർ കൊടുക്കാത്ത ഭവനമായിരിക്കും. അവിടെ നമ്മൾ എത്ര തന്നെ ജാതകം നോക്കും, എന്തെങ്കിലും പരിഹാരങ്ങൾ വലിയ പൂജകളൊക്കെ ചെയ്താലും ഇതിൽ ശ്രദ്ധയില്ലെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും വിവാഹം നടക്കില്ല. പക്ഷെ പലപ്പോഴും ആൾക്കാർ ഇത് മനസ്സിലാക്കാറില്ല. ഈ ദോഷമുള്ള വീട്ടിൽ, ഈ വിഷ്ണുപ്രീതി ഇല്ലാത്ത വീട്ടിലെ ആൾക്കാർക്ക് ഒരിക്കലും അശ്രദ്ധ വരില്ല. അവർ ആ വീട്ടിലെ സ്ത്രീകളുടെ മനസ്സ് കാണുകയില്ല. അവിടെ വരുന്ന സ്ത്രീകളുടെ മനസ്സും കാണില്ല. അവരവരുടേതായ നിർബന്ധങ്ങളിൽ ഇങ്ങനെ ബലം പിടിച്ച് ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു വലിയൊരു മാറ്റം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിവാഹ ജീവിതം അവർക്ക് സാധ്യമാവും. അതിലുള്ള തടസ്സങ്ങളെല്ലാം മാറും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലെ വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം.